ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നാടൻ കറി എങ്ങനെ നമുക്ക് റെഡിയാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരുവും മാങ്ങയും കൂടെയാണ് കേട്ടൊന്ന് കറി റെഡിയാക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയുടെ ചെറിയ ഒരു പകുതി കഷ്ണം ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചക്കക്കുരു, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ പാടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ ചക്കക്കുരു മാങ്ങയൊക്കെ വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചക്കക്കുരും മാങ്ങയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, നന്നായി തിളച്ച് മാങ്ങയും ചക്കക്കുരുമൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇതാ ഇവിടെ നന്നായി തിളച്ച് ചക്കക്കുരു മാങ്ങയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറ് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ കറി ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. മാങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് കറി നല്ല കുറുക്കാവും കേട്ടോ. ചൂടാറുന്നതിനനുസരിച്ചിട്ട് ഇത് നല്ല കുറുക്കം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മാങ്ങ ചക്കക്കുരു കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ നമ്മൾ എന്നും ചിക്കനും മീനും എന്തുണ്ടെങ്കിലും നമുക്ക് ഈ നാടൻ കറികളോടൊരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തൂമിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ല പോലെ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ കറിയിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ നാടൻ കറി വളരെ സിമ്പിളല്ലേ റെഡിയാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.